കുന്നംകുളം ലോക്കപ്പ് മർദ്ദനം മറക്കാനാകില്ല കേരളത്തിന്. ആ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി DGPയുടെ റിപ്പോർട്ട് തേടി എന്ന വിവരമാണ് ലഭിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് നടപടി വരുന്നത്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അന്ന് പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലെ അപ്ഡേറ്റ് വരികയാണ്. നമുക്കിപ്പം അനന്തകൃഷ്ണനും MS ലിഷോയി തൃശൂരിൽ നിന്നും ഈ സംഭവത്തിന്റെ മറ്റ് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. അനന്തൻ, ഈ കേസിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ ഭരണമാറ്റത്തിന് ശേഷം ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയാണ്. കാരണം അന്ന് പോലീസുകാരെ അടക്കം ഏറ്റവും ഒടുവിലാണ് നടപടിക്കൊക്കെ തന്നെ വിധേയരാക്കുന്നത്. അതായത് തെളിവ് കോടതിയിലേക്ക് ഇരയായ വ്യക്തി കോടതിയിൽ പോയി അങ്ങനെ തെളിവടക്കം CCTV പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ പ്രതികൾക്ക് നേരെ ഒരു നടപടി പോലും ഒരു അനക്കം പോലും ഉണ്ടായത്. ഈ സംഭവത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലിനാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് DGPയോട്? പ്രജീഷ്, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനത്തിന് പിന്നാലെ പോലീസ് ആരോപണ നിലയിൽ നിൽക്കുന്ന മറ്റൊരു കേസിൽ കൂടി ആഭ്യന്തര വകുപ്പ് ഇടപെടുകയാണ്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് സ്റ്റേഷനിലിട്ട് പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2023 സുജിത്ത് എന്ന പ്രാദേശിക നേതാവിനെ, യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ 3 പോലീസുകാർ ചേർന്ന് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചത്. SI യുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ മർദ്ദനം ഉണ്ടായത്. അതിനുശേഷം അന്ന് ഈ പരാതിയൊക്കെ നൽകിയെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം SI നുഹ്മാന്റെ എതിരെ പരാതി നൽകുകയും പിന്നീട് വിവരാവകാശ പ്രകാരം ആ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ സുജിത്ത് സ്വന്തമാക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസാണ് അന്ന് പുറത്തുവിട്ടിരുന്നത്. അങ്ങനെയാണ് ഇങ്ങനൊരു മർദ്ദനത്തിന്റെ ക്രൂരമായ ദൃശ്യങ്ങൾ പുറംലോകം കാണുന്നത്. അതിൽ പോലീസ് ഈ നുഹ്മാൻ അടക്കമുള്ള 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലിപ്പോൾ ഈ മർദ്ദനം നേരിട്ട സുജിത്തും സുഹൃത്തുക്കളും ആഭ്യന്തരമന്ത്രിയെ ഇന്ന് നേരിട്ട് വന്ന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ന്യൂമാനൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? സർവീസിൽ ഉണ്ടോ അതോ സസ്പെൻഷനിലാണോ? നടപടിക്ക് വിധേയനായിട്ടുണ്ടോ? ന്യൂമാൻ അടക്കം 4 പോലീസുകാരും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അവരിപ്പോൾ ജോലിയിലില്ല, അവർ സർവീസിൽ ഡ്യൂട്ടിയിലില്ല. അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അതിനപ്പുറം മറ്റൊരു കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. അതായിരുന്നു ഈ പരാതിക്കാരുടെ ആവശ്യം. അതിൽ ശക്തമായ നടപടി വേണം. കാരണം ക്രൂരമായ ക്രിമിനൽ കുറ്റമാണ്. ആ രീതിയിൽ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്യാത്ത ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച സംഭവമാണ്. മാത്രമല്ല ദൃശ്യങ്ങൾ അന്ന് കണ്ടവർക്കറിയാം, അതിക്രൂരമായ മർദ്ദനമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അതിൽ നടപടി ആവശ്യപ്പെട്ട് ഈ സസ്പെൻഷനപ്പുറം ഈ കുറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. അതിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് നടപടികളിലേക്ക് അതിന്റെ അന്വേഷണം സംബന്ധിച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുത്തണമോ, പുതിയ ടീമിനെ വെച്ച് അന്വേഷിക്കണമോ, അതല്ലെങ്കിൽ പുനരന്വേഷണം വേണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമാകൂ. ഏതായാലും നിലവിൽ DGPയോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതായാലും അന്ന് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണെന്ന് കേരളം ഈ വാർത്ത കാണുകയും മാത്രമല്ല സുജിത്തിന് അനുകൂലമായ ഒരുപാട് നിയമസഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു 2023 ഈ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കേസെടുത്തൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ വകുപ്പ് തല നടപടിയേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു ക്രിമിനൽ കേസ് എന്ന രീതിയിലേക്ക് ഈ കേസ് മാറും. അത് ഈ സമാനമായിട്ടുള്ള കുറ്റകൃത്യം നമുക്കറിയാം. കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ കൊല്ലത്തെ നടന്ന സംഭവം, ജവാന് നേരിടേണ്ടി വന്ന ആ സംഭവം, പിന്നീട് അതുപോലെ സമാനമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ആ സമീപകാലങ്ങളിൽ വാർത്തയായി. കൊച്ചിയിൽ ഒരു യുവതിയുടെ കർണത്ത് അടിക്കുന്നു, ഗർഭിണിയെ മർദ്ദിക്കുന്നു, ഭർത്താവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിൻ്റെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് അവരുടെ നിരന്തരമായിട്ടുള്ള കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതൊക്കെ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും മാതൃഭൂമി ന്യൂസാണ്.